ആഘോഷങ്ങൾ എന്ന് കേട്ടാൽ തൃശ്ശൂർക്കാർക്ക് ഒരു പ്രത്യേക വൈബാണ്. അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ, ഒന്ന് തൃശ്ശൂർ പൂരമാണെങ്കിൽ മറ്റൊന്ന് പാവറട്ടി പള്ളി പെരുന്നാളാണ്. പാവറട്ടി പെരുന്നാളുമായി ബന്ധപ്പെട്ട് വളരെയധികം വിശേഷങ്ങൾ പറയാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്. പാവറട്ടി വടക്കുഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പ്രിയപ്പെട്ട സാംസൺ ചിരിയങ്കണ്ടത്താണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സാംസേട്ടൻ നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷങ്ങള്? നല്ല തന്നെ 150 വർഷം തികയാണല്ലോ. ശതോത്തര സുവർണ ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പൊ ആഘോഷത്തിന്റെ നിറവില് ഇന്ന് പാവറട്ടിയിൽ മാത്രമല്ല, ഇന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് പാവറട്ടി തിരുനാളുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരും. അപ്പൊ അവർക്കൊക്കെ വർണ്ണശബളമായ അല്ലെങ്കിൽ ഒരു വെടിക്കെട്ടോ അല്ലെങ്കിൽ ആഘോഷകരമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനാണ് ഇത്തവണ നമ്മൾ ഒരുങ്ങുന്നത്. അപ്പൊ ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷത്തിനാണ് സംസ്ഥാനം ഉൾപ്പെടെയുള്ള ആളുകൾ കാത്തിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ഇന്ന് ഈ ഇടവകയില് മൊത്തം വലിയ ആഘോഷമാക്കാനാണ് പള്ളി കമ്മിറ്റി അടക്കം അത് വികാരച്ചനടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നത് ഈ വർഷം. അപ്പൊ അതിൻ്റെതായ എല്ലാ പ്രോഗ്രാമുകളും അതിഗംഭീരമായിട്ട് തന്നെ നടത്തും. ഗംഭീരമായിട്ട് നടത്തുക തന്നെ വേണം. കാരണം 150ാം വാർഷികമാണല്ലോ മധ്യസ്ഥ തിരുനാൾ. അപ്പൊ അതൊരു പ്രത്യേക സുലഭ നിമിഷമാണ്. അതൊരു ചരിത്രം കൂടിയാണ് പാവറട്ടി തിരുനാൾ എന്ന് പറയുമ്പോ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന വളരെയധികം വിശേഷപ്പെട്ട ഒരു തിരുനാളാണ്. ഇപ്പൊ സിനിമകളിൽ പോലും വല്യേട്ടൻ പോലെയുള്ള സിനിമകളിലൊക്കെ മമ്മൂട്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ പരാമർശിക്കുന്ന പെരുന്നാളാണ് പാവറട്ടി പെരുന്നാൾ എന്ന് പറഞ്ഞത്. അപ്പൊ ആഘോഷത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ട് പോകാൻ പാവറട്ടിക്കാരെ ഒരു കാലത്തും ഒരുക്കുകയല്ല. ഇത്തവണയും ഗംഭീരമായിട്ടുള്ള അതിഗംഭീരമായിട്ട് തന്നെ എന്തൊക്കെയോ സാംസേട്ടൻ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. കാരണം എന്തൊക്കെയോ ഹൈഡ് ചെയ്തിട്ടുണ്ട്, എന്തോ സർപ്രൈസുകൾ കാത്തിരിക്കുന്നുണ്ടെന്ന് ഞങ്ങള് പല പ്രാവശ്യങ്ങളിലായിട്ട് ഒരു ഗാനമേള പ്രോഗ്രാമുകളൊക്കെ ആയിട്ടാണ് ഞങ്ങള് സജീവമാവാറ്. ഇപ്പോഴത്തെ യുവത്വങ്ങൾക്കൊക്കെ ഒരു ആഘോഷമാക്കാനായിട്ട് ഇപ്രാവശ്യം ബാൻഡ് വാദ്യ മത്സരമാണ് നമ്മൾ കൊണ്ടുവന്നത്. കേരളത്തില് മുഴുവൻ അറിയപ്പെടുന്ന 2 ടീമുകളാണ് നമ്മൾ ഇത്തവണ വരുന്നത്. രാഗദീപം മുണ്ടത്തിക്കോടും ചാലക്കുടി കൈരളി ഇവിടെ ഏറ്റുമുട്ടുന്നു. അപ്പൊ തീ പാറാതിരിക്കില്ല. പലതരത്തിലുള്ള മത്സരമാണല്ലോ ഇത്, മത്സരം. അതെ, അത് മാത്രല്ല കുറച്ച് ഡാൻസേഴ്സും കൂടിയിട്ടുള്ള ഒരു വേറൊരു പ്ലാനിങ്. ഒരു സർപ്രൈസ് ഇവിടെ പൊട്ടിച്ചു കഴിഞ്ഞു. ഡാൻസേഴ്സ് ആണ് ഇത്തവണ. അതിന് സെപ്പറേറ്റ് ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അതിലാണ് ലേഡീസിന്റെ എല്ലാ പ്രാവശ്യം പാവറട്ടി പള്ളി പുതുമകൾ കൊണ്ടാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഞങ്ങൾ ഈ പ്രാവശ്യം വടക്കുഭാഗം അങ്ങനെ കമ്മിറ്റി തീരുമാനിച്ചു. ഇതില് കൺവീനർമാരുണ്ട്, പ്രോഗ്രാം കൺവീനർമാരുണ്ട്. അപ്പൊ അവരൊക്കെ കൂടി പള്ളിയുടെ നിങ്ങൾക്കൊക്കെ ഒരുമിച്ചുള്ളൊരു കൂട്ടായ പ്രവർത്തനമാണ് വടക്കിന്റെ. ഇന്ന ആളൊന്നും സെപ്പറേറ്റ് തിരിച്ചെടുത്താറില്ല, ജോയിന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് പിന്നെ ഫണ്ടും വേണമല്ലോ. ഇതൊന്ന് ഗംഭീരാക്കണമെങ്കിലും ഫണ്ട് വേണം. പല സഹായങ്ങളൊക്കെ വിദേശത്തു നിന്നുള്ള ആളുകളും പിന്നെ ഇവിടുത്തെ നാട്ടിലെ നല്ല സമ്പന്നരായ ആൾക്കാരൊക്കെ നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ കമ്മിറ്റി വളരെ സജീവമായിട്ട് പോകും. പെരുന്നാളിന് പൊതുവെ എനിക്ക് തോന്നുന്നത് നാട്ടുകാരെ വിദേശമൊന്നുമില്ല, എല്ലാരും കൂടിയിട്ടാണ്. കാരണം അവരില്ലെങ്കിൽ പോലും പെരുന്നാളിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരാണ് വിദേശികള് അല്ലെങ്കിൽ പ്രവാസികള്. അതെ, അവർക്ക് വന്നെത്തിപ്പെടാൻ സാധിക്കാത്ത കുറെ സാഹചര്യങ്ങളാണ് അവർക്കുള്ളത്. പക്ഷെ എന്നാലും സാമ്പത്തികമായിട്ട് സഹായം അവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ വിദേശത്തിരിക്കുന്ന ഒരാളാണെങ്കിലും പണ്ടത്തേക്കാൾ സാഹചര്യങ്ങൾ വ്യത്യാസപ്പെട്ടു. ഇപ്പൊ ഇവിടെ നടക്കുന്ന വെടിക്കെട്ട് ലൈവായിട്ട് കാണാനോ അല്ലെങ്കിൽ ബാൻഡ് വാദ്യ മത്സരം ലൈവായിട്ട് കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ. തീർച്ചയായിട്ടും അവര് പാവറട്ടി പള്ളിയിലെ എല്ലാ ആഘോഷങ്ങൾക്കും നാട്ടുകാരെ പോലെ തന്നെ അവര് അവിടെ ആഘോഷിക്കുന്നു. ഭാവിയിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പൂരം പോലെ വിദേശത്ത് പാവറട്ടി പെരുന്നാളും ഒരു പക്ഷെ ആഘോഷിക്കപ്പെടാനുള്ള സാധ്യത. അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ, പഴയ കാലഘട്ടങ്ങളിലെ പോലെ നമുക്ക് ഫോണുമായോ അല്ലെങ്കിൽ മൊബൈലുമായോ ബന്ധമില്ലാത്തൊരു കാലഘട്ടം അല്ലല്ലോ. ഇപ്പൊ ഇന്ന് ലൈവ് ഇവിടെ എന്ത് നടക്കുന്നു അത് കാണാനുള്ള സൗകര്യം അവർക്കുണ്ട്. ഗൾഫ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും വിദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ അത് വലിയ ലൈവ് തീർച്ചയായിട്ടും. പിന്നെ വേറെ കാര്യം തോന്നുന്നത് പാവറട്ടി പള്ളിയിലെ പെരുന്നാൾ എന്ന് പറയുമ്പോഴേ ആ വിശുദ്ധന്റെ അടുത്തേക്ക് വണങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ശരിക്കും ആധ്യാത്മികമായിട്ട് വരുമ്പോൾ. അതാണ് അവർക്കൊരു നഷ്ടപ്പെടായിട്ട് തോന്നുക. ബാക്കി ആഘോഷങ്ങളൊക്കെ ഒരു പക്ഷെ അവർക്ക് കിട്ടും, പക്ഷെ ആ വിശുദ്ധന്റെ അടുത്തേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞ സംഭവം ഒരു പക്ഷെ അവിടെ നടക്കില്ല. അത് ഈ വിദേശികള് എന്ന് പറയുമ്പോ ഇപ്പൊ നമുക്ക് നമ്മുടെ ആളുകൾ മാത്രല്ല, പുറത്തുനിന്ന് അതായത് അമേരിക്ക പോലുള്ള ഫോറിനേഴ്സ് ഒക്കെ ചില നമ്മുടെ തിരുനാളുകൾക്കൊക്കെ വരണം. അതായത് നമ്മുടെ നാട്ടിലെ
ടൂറിസത്തിൽ വലിയ കാര്യമായിട്ട് പങ്കുവഹിക്കുന്ന ഒരു സെക്ടറായിട്ട് പെരുന്നാളുകൾ ആഘോഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. വലിയ പെരുന്നാളൊക്കെ അതിൽ പെട്ടതാണ്. അതെ തീർച്ചയായും. തീർത്ഥകേന്ദ്രമായിട്ട് മാറണം. ഇപ്പൊ ഈ വടക്ക് ഭാഗത്തുള്ള അതിരസഹായമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ അതിർത്തികൾ 2 വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. പിന്നെ അതിരസഹായമായിട്ട് ഇപ്പൊ 1,00,000 രൂപ ഒരു കുട്ടിക്ക് വേണ്ടി മുഴുവൻ നൽകി ഈ വർഷം 2026 സ്റ്റാർട്ടിങ്ങില് ചികിത്സാ സഹായം സഹായമായിട്ട് നൽകി. അപ്പൊ അതായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകണം. അപ്പൊ ആഘോഷവും ആവേശവും മാത്രമല്ല ആശ്വാസവും ആവുകയാണ് ഇത്തരം ആഘോഷങ്ങൾ. കമ്മിറ്റി മാതൃപരമായ പ്രവർത്തനം തന്നെയാണ് അത്. അങ്ങനെ പോവാൻ നമുക്ക് സാധിക്കുള്ളൂ. പിന്നെ വ്യവസായപിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഈ നാട്ടിന്റെ ഒരു വലിയൊരു ഇതല്ലേ, നമുക്കൊക്കെ ഒരു ആവേശമാണ് പുണ്യാളം. തീർച്ചയായിട്ടും പാവട്ടിക്കാരുടെ ഒരു വികാരം തന്നെയാണ് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമുക്കൊക്കെ എന്റെ വീട് പഴയകാലം നമ്മുടെ വെൺമേനാട് ഭാഗത്താണ്. അപ്പൊ ഇവിടുന്ന് ചുരുങ്ങിയത് ഒരു 2 കിലോമീറ്ററോളം അങ്ങോട്ട് നടക്കണം. അപ്പൊ നടന്നു വരുമ്പോ നമുക്കൊക്കെ മനസ്സിൽ ഏറ്റവും ഇത് ഭയങ്കര ആഘോഷമായിട്ട് വരുന്ന നമുക്ക് വെടിക്കെട്ടാണ്. പെരുന്നാളിന് വെടിക്കെട്ടാണ്. അപ്പൊ വെടിക്കെട്ട് കാണാനുള്ള ഒരു ആവശ്യത്തില് നമ്മളവിടുന്ന് ഒരു 6 മണിയാകുമ്പോ എന്നുവെച്ചാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റാത്ത അത്രയും ജനങ്ങളാണ് വഴിയിലുണ്ടാവും. ഏകദേശം ഇറച്ചിക്കടയുടെ ആ ഭാഗങ്ങളിലെത്തിയ കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അത്രയും ജനങ്ങളുണ്ട്. അപ്പൊ ആ ജനങ്ങളുടെ ഉള്ളില് നിന്ന് വെടിക്കെട്ട് കാണുന്ന ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മ വരും. എന്ന് വെച്ചാൽ അത്രയും ജനങ്ങളാണ് പുറത്തുനിന്ന് വന്ന് നിറഞ്ഞു നിൽക്കുന്നത്. അവിടെയൊക്കെ നിന്ന് നോക്കുമ്പോ നമ്മളൊരു സ്റ്റാർട്ടിങ് അല്ല നമുക്ക് ശരിക്കും നമ്മള് പാവട്ടിക്കാരുടെ ഒക്കെ ഒരു നൊസ്റ്റാൾജിയയിലൊക്കെ ഈ ഒരു ഇമോഷണൽ ഒരു അറേഞ്ച്മെന്റ്സ് തന്നെ അങ്ങനെയാ. അതായത് ഇപ്പൊ ആ പടക്കം കൂട്ടപ്പരിച്ചിൽ ഇങ്ങനെ പൊട്ടി അത് വലിയ സംഭവമാകുമ്പോ അത് 1 നിന്ന് 2 വരെയോ 2 നിന്ന് 3 വരെയോ 4 നിന്ന് 5 വരെയൊക്കെ ആയിട്ട് അവസാനം ചെവി പൊത്തിപ്പിടിച്ച് തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വരാം. അപ്പൊ ആ സമയത്താണ് നമ്മൾ കുട്ടികളാ നമ്മളെ സംരക്ഷിക്കണേന്നുള്ള ഒരു ചിന്ത പോലും നമുക്ക് വന്നിട്ടുള്ള ഒരു ആ സമയത്ത് നമ്മള് വേറെ അപ്പൊ നമുക്ക് തല കുമ്പിട്ട് നിൽക്കുന്ന അത്രയും ശക്തിയിലാണ് ഇതിന്റെ കൂട്ടപ്പരിച്ചിലൊക്കെ. ആ സമയത്തൊക്കെ നമ്മള് പുണ്യാളനോടൊക്കെ പ്രാർത്ഥിക്കണ ചെയ്യാ സംരക്ഷിക്കണേന്നുള്ളതിനപ്പുറം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അടുത്ത തിരുനാൾ വരെ നമുക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളും അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ഫീലിംഗ്. അതാണ് അത്രയും വെടിക്കെട്ടിനുള്ള പ്രാധാന്യം ഉണ്ടെന്നുള്ളതിന്റെ അർത്ഥം. അത് മാത്രല്ല വെടിക്കെട്ടിന് വലിയൊരു പാരമ്പര്യം പാവർട്ടിയിലുണ്ട്. കാരണം വെടിവഴിപാട് എന്ന് പറയുന്ന ഒരു വഴിപാട് ഉണ്ട്. ആ വഴിപാട് എന്ന് കിട്ടുന്ന പൈസയാണ് പെരുന്നാൾക്ക് പൊട്ടുന്ന വെടിക്കെട്ട്. അങ്ങനെ ഒരു ചരിത്രം കൂടി ഉള്ളത് കൊണ്ട് തന്നെ കൂട് തുറക്കുന്ന വെടിക്കെട്ട് അതാണ്. വെടിക്കെട്ടിൽ നിന്ന് കിട്ടുന്ന വഴിപാടായിട്ട് കിട്ടുന്ന സംഖ്യ കൊണ്ടാണ് ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത്. വെടിക്കെട്ട് നടക്കുന്നത് പള്ളിയില്. അപ്പൊ അത് ഒരു ചടങ്ങിന്റെ ആചാരത്തിന്റെ പള്ളിയില് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് കൂട് തുറക്കണം എന്ന് പറഞ്ഞ എല്ലാ പെരുന്നാളിലും. ഇപ്പൊ ഞാന് ഇപ്പൊ ഈ കാലഘട്ടത്തില് ഒരു 2017-18 കാലഘട്ടത്തിലേക്ക് കൈക്കാരനായിരിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം പള്ളിയുമായി അവിടെ വരുന്ന ആളുകളെയും ഒക്കെ അറിയാലോ. അപ്പൊ ഞാന് കുറെ കാലങ്ങളായിട്ട് ഈ കൂട് തുറക്ക് കർമ്മത്തിന്റെ അവിടെ എപ്പോഴും നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ആ വിശുദ്ധന്റെ രൂപം അവിടെ നിന്ന് ഇറക്കി മുഖമണ്ഡപത്തിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു ഇതുണ്ട്. ആ സമയത്ത് നമുക്കൊക്കെ അടുത്തു കൂടുമ്പോ ഒരു അർത്ഥ പോലെയാണ് ശരി പുണ്യാളന് ഫീല് കിട്ടും. അതുകൊണ്ടാണ് പാർട്ടിക്കാർക്ക് എന്നുള്ളതിന്റെ എല്ലാവർക്കും പുണ്യാളിനുള്ള എല്ലാവർക്കും വികാരമാണ്. അത് വലിയൊരു അനുഗ്രഹം ഇപ്പോഴും ഉണ്ട്. എത്തുന്ന ആളുകളുടെ എണ്ണം നോക്കി അറിയാലോ. പാവട്ടിക്കാര് മാത്രല്ല, ഈ ഏരിയയിലുള്ള എല്ലാ ആളുകളും പാവട്ടി പെരുന്നാൾക്കാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് പുണ്യാളിനോടുള്ള ഒരു ഇതാണല്ലോ, അതിന്റെ അനുഗ്രഹങ്ങളുണ്ടല്ലോ. പണ്ടൊക്കെ പാവറട്ടി പെരുന്നാൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വെടിക്കെട്ടിന് പോയിട്ട് ഫ്രണ്ടില് നമ്മൾ നിൽക്കാൻ ശ്രമിക്കും. പലപ്പോഴും നമുക്ക് ഫ്രണ്ടിൽ നിൽക്കാൻ സ്പേസ് കിട്ടില്ല, അത്രമാത്രം പുരുഷാരമാണ്. അപ്പൊ നമ്മൾ കുറച്ച് മാറി നിന്നാൽ തന്നെ നമുക്ക് എന്താ പറയാ, കൂട്ടപ്പരിച്ചിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചെവി പൊത്തണ്ടി വരും. അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടപ്പരിച്ചിലാകുമ്പോൾ നമുക്ക് കണ്ണു തുറക്കാൻ പാകണ്ടാവില്ല. അമ്മാരി ലൈറ്റിംഗ് ആണ് വരിക. അത്ര തീവ്രതയായിരുന്നു പെരുന്നാളിന്. ഇപ്പൊ ഈയിടെയായിട്ട് കുറച്ച് തീവ്രത വെടിക്കെട്ടിന്റെ കാര്യത്തില് കുറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ നമുക്കറിയാലോ, നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങളും പരിധികളും. അപ്പോ കോടതി നിയമിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോ ചെയ്തു വരുന്നത്. റെസ്ട്രിക്ഷൻസ് കൂടി. അപ്പൊ അതില് പിന്നെ അത് മാത്രല്ല, പഴയ കാലഘട്ടങ്ങളിൽ നമ്മള് അതിനൊരു ഹരം കിട്ടാൻ വേണ്ടി ഈ 30 റാത്തിലോളം വരുന്ന കുഴിമിന്നികളാണ് അന്ന് പൊട്ടിയിരുന്നത്. ഇപ്പൊ ഇന്ന് വെറും കുറ്റികളിലായി മാറി. ചെറുതായി അതിന്റെ ഇത് കുറഞ്ഞു. അതില് കുറഞ്ഞപ്പോ അതിന്റെ മരുന്നിന്റെ ഇതും കുറഞ്ഞു, സൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു.
പിന്നെ ഇത്ര സാധനങ്ങളാണ് ഇതില് മുന്നിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിയമം ലിമിറ്റേഷൻ വന്നു. അപകടങ്ങളും കാര്യങ്ങളും ആ വന്നപ്പോഴാണ് പക്ഷെ നമുക്ക് ഇവിടെ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. പുണ്യാളന്റെ നടയിൽ ഇതുവരെ ഒരു തീ പോയിട്ട് ഒരാളെ തീർച്ചയായിട്ടും അപകടം എന്ന് പറയുമ്പോൾ പുറത്ത് നടക്കുന്നതും അത് സാധനം. അത് നിയമം വരുമ്പോ പിന്നെ ഓൾറെഡി കേരളം മൊത്തം ഒരു നിയമമാണല്ലോ വരിക. അതെ അതെ അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു പക്ഷെ എന്നാലും ഈ ഒരു ആവേശം ഇപ്പൊ ഈ കഴിഞ്ഞ തവണയൊക്കെ പൊട്ടിയ പടക്കം ഉണ്ടെങ്കിലും ഒരു ആവേശത്തിന് കുറവ് കാണാനല്ലേ. അതിൽ വേറൊരു പോയിന്റ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മള് പ്രളയം വന്നു, അതിനുശേഷം കൊറോണ വന്നു, അതിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരുപാട് വന്നു കഴിഞ്ഞപ്പോ ആഘോഷങ്ങൾ വളരെ പരിമിതപ്പെട്ടു. പക്ഷെ അതിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷി ഉയർന്നു വരുന്നത് പോലെയാണ് ഇപ്പൊ പാവർട്ടി പെരുന്നാൾ വരുന്നത്. ആഘോഷങ്ങൾ കൂടുന്നു. അത് വെടിക്കെട്ട് മാത്രമല്ല, അതിലേക്ക് ബാൻഡ് വാദ്യ മത്സരം വരുന്നു, പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്നു. ഇത് ഇക്കൊല്ലം ഡാൻസേഴ്സ് വരെയുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്തമായ രീതിയിൽ ആളുകളെ സന്തോഷിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പെരുന്നാളിന്റെ ഒരു പോയിന്റ്, ഒരു വശം. പിന്നെ ആധ്യാത്മികത വേറെ വശം നിൽക്കുമ്പോൾ തന്നെ ആളുകള് സന്തോഷിക്കാൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഫൺ ചെയ്യാൻ അല്ലെങ്കിൽ വൈബ് ചെയ്യാൻ വരുന്ന ഒരു രീതിയിലേക്ക് പെരുന്നാളുകൾ മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും. പിന്നെ ഏതൊരു സാഹചര്യമായാലും നമ്മളിപ്പോ എവിടെ പോയാലും നമ്മളിപ്പോ പള്ളിയിൽ വന്ന് നേർച്ചിട്ട് നമ്മൾ മടങ്ങി പോവുക എന്നുള്ളതൊരു ഇതല്ലേ. പക്ഷെ അതല്ലാതെ തന്നെ അവിടെ ചുറ്റിപ്പറ്റി നിന്ന് അവർക്കൊക്കെ വേണ്ട ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു സൗകര്യമാണ് തെക്കും വടക്കായിട്ടുള്ള കമ്മിറ്റികൾ ഇടപെട്ടോട്ടെ. അതായത് ഞാൻ ചിരാട്ടുകാരക്കാരനാണ്. ഞാനൊക്കെ അസൂയോടുകൂടി നോക്കുന്ന ഒരു പെരുന്നാളാണ് പാവർട്ടി പെരുന്നാൾ. കാരണം ആളുകളുടെ എണ്ണത്തിലായാലും പെരുന്നാളിന്റെ പണത്തിനായാലും ഒക്കെ. പക്ഷെ ഞങ്ങൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത പാവർട്ടിക്കുന്നു, ഈ തെക്ക് വടക്ക്. അത് ഞാൻ പലപ്പോഴും ആലോചിച്ചത്, എന്താണ് ഈ തെക്ക് വടക്ക് എന്ന് പറയുന്ന ഒരു പാർട്ടീഷന്റെ ഒരു ബേസ്, എങ്ങനെയാണ് അത് ഉണ്ടായത്, അത് പാവർട്ടി പള്ളി തുടങ്ങി അന്ന് മുതൽ ഇത് നിലവിലുണ്ടോ, അങ്ങനെ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചോളം വളരെ അറിയാനൊരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് 1876 നമ്മുടെ പള്ളിയുടെ തുടക്കം. അപ്പൊ അത് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, 70 വർഷം കൊണ്ടാണ് ഇതിന് സ്റ്റാർട്ടിങ്. വെടിക്കെട്ടിൻ്റെതായ ചൂണ്ടലച്ചുള്ള കാലത്താണ് അതിന് സ്റ്റാർട്ടിങ് വെടിക്കെട്ട് തുടങ്ങുന്നത്. അപ്പൊ അവിടുന്ന് വന്ന് പിന്നെ അതൊരു കമ്മിറ്റികൾ വേർതിരിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം, ഒരു ആവേശമായിട്ട് മാറി. പണ്ടൊക്കെ നമ്മൾ പാവർട്ടി പെരുന്നാൾക്ക് പോകുമ്പോഴേ അവിടുത്തെ അനൗൺസ്മെന്റ് കേൾക്കുമ്പോ നമുക്ക് ഒരു കോരിത്തെരിപ്പ്. ഏതാനും നിമിഷങ്ങൾക്കകം വടക്കും തെക്കും കരിമര്, അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഇല്ല. നമ്മൾ ആവേശത്തിൽ കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടായിരുന്നു എൻക്വയറിയിൽ. നമുക്കത് അവിടെ ഇരിക്കുമ്പോ തന്നെ നമുക്കറിയാലോ ജനങ്ങൾ അത് കേൾക്കാൻ വേണ്ടിയാണ് വരുന്ന അതിന്റെ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തുമല്ലോ. അതായത് ഏതാനും നിമിഷങ്ങൾക്കകം അതിനിടയിൽ വാശിയേറിയ കരിമരുന്ന് കലാപ്രകടനം പറയുമ്പോഴേ 11 മണിക്കൊക്കെ ഞാൻ ആ സെമിത്തേരിയുടെ ഭാഗത്ത് ഇങ്ങനെ വന്നിരിക്കും. അതായത് ഒരു ഭാഗത്തിന്റെ വെടിക്കെട്ട് കഴിഞ്ഞു, അത് അടുത്ത ഭാഗത്തിന്റെ വെടിക്കെട്ട്, അത് ശരിക്കും അടുപ്പിച്ചാകുമ്പോഴേ അതങ്ങനെ പറയുമ്പോഴേ ജനങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ആവേശം, ത്രില്ലിംഗ് ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, പഴയ നമ്മൾ അവിടെ വന്നിക്കുന്ന സമയത്ത് കുറച്ച് അകലം വന്നിക്കുന്ന ചെറുപ്പത്തില് വന്നിക്കുന്ന സമയത്തൊക്കെ ഇത് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക. ഇത് പറയണില്ല, പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ പൊട്ടു, ഇപ്പൊ അതുപോലെ വേറൊരു കാര്യം, ഈ വെടിക്കെട്ട് പൊട്ടി തീരുമ്പോ ആളുകളുടെ ഒരു ആർപ്പുവിളിയുണ്ട്. ഏതാണ്ട് ലോകം കീഴടക്കിയ പോലത്തെ ഒരു ആർപ്പുവിളിയാണ്. അതുണ്ട്. അത് ശരിക്കും ഇപ്പോഴത്തെ വെടിക്കുന്നതിനപ്പുറം പഴയ കാലത്ത് അന്നൊക്കെ തല കുമ്പിട്ടിട്ട് തന്നെ വിളിക്കും. ശരിക്കും വരും, അത്രയും സൗണ്ടാണ്. അതെ. പക്ഷെ ഇന്നത്തെ കാലത്ത് വെടിക്കെട്ടിൽ നമുക്ക് നിയമത്തിന്റെ ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നിരുന്നാലും പാവർട്ടിക്കാരെ വെടിക്കെട്ട് കൊണ്ടൊന്നും തീർക്കുന്നില്ല. പല ദിവസങ്ങളിലായിട്ട് പല പേരുകളിൽ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ അരിമ്പൂരച്ചിനുള്ള ജോൺസൺ അരിമ്പൂരച്ചിനുള്ള കാലത്താണ് ഈ ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. ഒരാഴ്ച കാലം നീണ്ടു പെരുന്നാൾ കഴിഞ്ഞിട്ട്, അതായത് തിരുനാൾ കഴിഞ്ഞാൽ തുടങ്ങുന്ന തിങ്കളാഴ്ച മുതൽ വരുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചത് അരിമ്പൂരച്ചനാണ്. പലവിധ പരിപാടികളാണ്. അതില് ആദ്യം നമ്മള് വടക്ക് ഭാഗമാണ് അതില് ജോയിൻ ചെയ്യണത്. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ദിവസം നമ്മുടെ തിങ്കളാഴ്ച അതിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ആരും ഇല്ലാത്ത സമയത്ത് ഒരു പള്ളി സംഘടന വന്ന് ആരാണ് ആദ്യത്തെ പരിപാടി ഏറ്റെടുക്കാൻ പറയുമ്പോ ആ പ്രോഗ്രാം ഞങ്ങൾ നടത്താന്ന് പറയുന്നത്. ഒരു 4-5 ലക്ഷം രൂപ 4-5 ലക്ഷം രൂപയൊക്കെ ചെലവ് വരുന്ന വലിയ പരിപാടികളാണ്. വെടിക്കെട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് നടത്തും വേണം. അപ്പൊ അത്രയും ഫണ്ട് നമ്മൾ സ്വരൂപിക്കണം. അപ്പൊ അതങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അന്ന് പള്ളി കമ്മിറ്റി പറഞ്ഞപ്പോ നമ്മളത് ചെയ്യണം. ഫസ്റ്റ് നമ്മളാ ചെയ്യണത് തിങ്കളാഴ്ച. അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ
ഗസ്റ്റുകളൊക്കെ വരുമല്ലോ നമ്മുടെ വീട്ടില്. അപ്പൊ ഞായറാഴ്ച ഉച്ചരിയുന്നതോടുകൂടി ഇവരൊക്കെ പോകും. ആ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു ശൂന്യത ഉണ്ടാവും. പക്ഷെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ശൂന്യത നമ്മൾ പ്രിയപ്പെട്ട ഒരു വിഭവം ഉണ്ടാവുമെങ്കിൽ പോലും അതിനെ ഒരു പരിധി വരെ നികത്താൻ, അതായത് ഇനി അങ്ങോട്ട് കെടുക്കൽ ഒരാഴ്ച, പെരുന്നാൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഫീല് അപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരാഴ്ച കെടുക്കല്ലേ, അത് ഓരോ ദിവസം ഓരോ പ്രോഗ്രാം, വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ്. പെരുന്നാള് വെച്ച് നമ്മൾ നിക്കണില്ല. ഇപ്പോൾ ആഘോഷങ്ങള് ഒരാഴ്ച നീട്ടിയപ്പോ 8ാം പെരുന്നാൾ വരെ ഒരു ആഘോഷമാണ്. എട്ടാമിടം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. പാവറട്ടിക്കാരുടെ തിരുനാളാണ്, അതിലേക്ക് എത്തിയത് ഇടവക്കാരുടെ തിരുനാളാണ്. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ 8ാം പെരുന്നാൾക്ക് ശക്തി കൂട്ടാൻ നമ്മൾ ഒരു വെടിക്കെട്ട് ഞായറാഴ്ചക്ക് വെച്ചു. ഇപ്രാവശ്യം നമുക്ക് പാവട്ടി പെരുന്നാൾക്ക് എത്ര വെടിക്കെട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് 4 വെടിക്കെട്ടാണ് നമുക്ക് അനുമതി കിട്ടിയിട്ടുള്ളത്. അതൊന്ന് വെള്ളിയാഴ്ച സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറഞ്ഞിട്ട് പ്രദക്ഷിണ വെടിക്കെട്ട് കമ്മിറ്റി ഒരുക്കുന്ന ഒരു വെടിക്കെട്ട്. പിന്നെ 2 ശനിയാഴ്ച നമ്മൾ ഈ പറഞ്ഞ മാതിരി വെടിക്കെട്ടുണ്ട്. അതായത് വെടിവഴിപാട് എന്ന് പറയുന്ന നമ്മുടെ തിരുസൂപർ ഇറക്കുമ്പോഴുള്ളത്, അതായത് സംവിധാന തിരുസ്വരൂപം ഇറക്കുമ്പോഴുള്ള വെടിക്കെട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞായറാഴ്ച തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റി നടത്തുന്ന വെടിക്കെട്ട്. നിങ്ങൾ മാറി മാറി ചെയ്യും. 8ാം പെരുന്നാൾക്ക് നിങ്ങൾ ഈ 4 വെടിക്കെട്ടും ഒരു വെടിക്കെട്ടാണ് ഒരു ദിവസം പൊട്ടിക്കാനായിട്ട് പാടും, അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ദിവസം നമുക്ക് അല്ലെങ്കിൽ പഴയ കാലങ്ങളിലൊക്കെ നമ്മള് നമ്മുടെ ശനിയാഴ്ച വെടിക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 മണിക്ക് വടക്ക് ഭാഗം പൊട്ടിക്കും, 12 മണി കഴിഞ്ഞാൽ തെക്ക് ഭാഗം പൊട്ടിക്കും. പിന്നെ 3 മണി വരെ വെടിക്കെട്ടിന്റെ ഭയങ്കര മത്സരം പോലെയാണ്. അതുപോലെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ചെറുപ്പത്തിലൊക്കെ നമ്മളിപ്പോ കിരീടം സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന പോലെ നമ്മുടെ മനസ്സിൽ ചില പേരുകള് കേറിയിട്ടുണ്ട്. അതായത് കാട്ടാളൻ ജോസ്, കുണ്ടന്നൂർ സുന്ദരാക്ഷൻ, അത്താണി ജോഫി, ഇതൊക്കെ നമ്മുടെ ക്യാരക്ടറായിട്ട് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുള്ളതാ. അപ്പൊ ഇത്തവണയും ഇത്തവണ സതീഷ് തത്മംഗലം എന്ന് പറയുന്ന ആളാണ് നമ്മൾ വടക്ക് ഭാഗത്തിന് വേണ്ടി. വടക്ക് ഭാഗം മാത്രല്ല, ഈ 4 വെടിക്കെട്ടുകളും അദ്ദേഹമാണ് ചെയ്തു തരുന്നത്. അത് നല്ല വെടിക്കെട്ടുകാരനാണ്. അല്ല, അങ്ങനെ നീക്കി നിർത്തി നമ്മൾ പൊട്ടിക്കണുള്ളൂ. എന്നൊരു അത്ഭുത കാഴ്ചയായിട്ടാണ് ശരിക്കും വെടിക്കെട്ട് ആൾക്കാര് ജനങ്ങള് കാണുന്നത്. എനിക്കൊക്കെ എന്റെ ചെറുപ്പകാലത്ത് പല കഥകളോ സംവിധാനം പറ്റിയിട്ടുള്ള കഥകളുണ്ട്. പലരും ചെറുപ്പത്തില് അപ്പാപ്പനൊക്കെയുള്ള കാലത്ത് എനിക്ക് പറഞ്ഞ ചില കഥകളുണ്ട്. ഒരു അത്ഭുതമാണല്ലോ. പറയും നമ്മളെ പഴയ കാലത്തൊക്കെ തിയേറ്ററിന്ന്, ജയശ്രീ തിയേറ്ററിന്നൊക്കെ സിനിമ വിട്ട് ഈ പള്ളി നടക്കട വന്നിട്ടാണ് വെൺമനാട് ദേശത്തേക്കൊക്കെ ആളുകള് പോവാ. മുസ്ലിംസുകളും എല്ലാ നാനാജാതി മതസ്ഥര് പോകുന്നത് അതിലെ കടന്നു പോകും. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാല് കഴിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ. പള്ളിരാ മഠത്തിന്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോ അങ്ങനെ എന്തെങ്കിലും പൊട്ട രീതിയിലുള്ള സംസാരങ്ങള് അവിടെ വെച്ച് ഉണ്ടാവുക, അങ്ങനെ സാധ്യത ഉണ്ടാവുമല്ലോ കഴിച്ചു പോണവരാവും. അപ്പൊ ഒരു ദിവസം വെച്ചിങ്ങനെ നോക്കുമ്പോ ഈ പോകുന്ന ആളുകളുടെ പിന്നില് ഒരു ചൂരല് വന്നിങ്ങനെ അടിക്കുന്നുണ്ട്. അതാ അടി പള്ളിയുടെ കോമ്പൗണ്ട് കഴിയണ വരെ സാധ്യതയില്ല. അപ്പൊ അങ്ങനത്തെ ചില അത്ഭുതങ്ങളൊക്കെ ചെറുപ്പത്തിലേ ഞാനൊക്കെ കേട്ട് വളർന്ന ഒരാളാണ്. അപ്പൊ നമ്മള് വെടിക്കെട്ട് പൊട്ടിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തൊരു വലിയൊരു കുളം പോലത്തെ ഒരു സ്ഥലം വന്ന് ഈ രൂപക്കൂടിന്റെ അവിടെ ഇത് വർക്ക് ചെയ്യാനായിട്ട് ഒരാള് അന്ന് വന്നപ്പോ ഈ കോണി വെച്ചിട്ട് പുണ്യാന്റെ അടുത്ത് കയറാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പൊ മുഖത്ത് ഇങ്ങനെ കുത്തണ മാറിയത്ര ഈ താടി വന്നിട്ട് ഇങ്ങനെ കുത്തണ ഒരു ഫീലാണ് ആൾക്ക് തോന്നുന്നത്. അപ്പൊ അച്ഛന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് പണി ചെയ്യാനായിട്ട് കയറി പോകാനായിട്ട് സാധിക്കുന്നില്ല, എന്താ അച്ഛന് ഒരു ചെയ്യണ്ടെന്ന് വെച്ചു. അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്ന ഈ ആ കുളത്തിൽ പോയിട്ട് ഒന്ന് കുളിച്ചിട്ടൊന്ന് ശുദ്ധി വരുത്തിരുന്ന് ഈ വായുവിന്റെ അടുത്തേക്ക് ഞാൻ പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് തലയിൽ കൈയൊക്കെ പ്രാർത്ഥിച്ച് മൂപ്പര് കേറി. അപ്പൊ കേറാൻ പറ്റി, പണിയെടുത്ത് ഇറങ്ങി. അങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ പഴയ കാലത്ത് ഒരുപാട് പറയും. കേട്ട് വളർന്നുള്ള ആളാണ് ഞാൻ. പിന്നെ അതുകൊണ്ട് നമുക്ക് പള്ളിയോട് കൂടുതൽ അറ്റാച്ച്മെന്റ്. ഇടയിൽ ചോദിച്ചോട്ടെ, ഇതിലിപ്പോ വടക്ക് ഭാഗം വെടിക്കെട്ട് അല്ലെങ്കിൽ വടക്ക് ഭാഗം കമ്മിറ്റി എന്ന് പറയുമ്പോ തന്നെ അതൊരു പള്ളിയിൽ നിന്ന് സെലക്ട് ചെയ്ത് വരുന്ന സംവിധാനമാണോ അതോ വീട്ടുകാർ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണോ? അതിന്റെ സംഭവം എങ്ങനെയാ? അത് ശരിക്കും പറയാന്നെങ്കില് 2 വിഭാഗം, ഒന്ന് തെക്ക് വടക്ക് വിഭാഗം. അതില് നമ്മളിപ്പോ ഈ ഒരു മീറ്റിംഗ് അവസാനം ജനറൽ ബോഡി ഉണ്ടാവും ഒരു കൊല്ലത്തില്. പെരുന്നാൾ കഴിഞ്ഞ കണക്കുകൾ വടക്ക് ഭാഗത്തിന്റെ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുണ്ട്, എല്ലാ കമ്മിറ്റിക്കാരും വിളിക്കും. ജനറൽ ബോഡി യോഗം നടക്കും.
അതിൽ വെച്ചിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പ്, അതായത് ആർക്കാണ് ആവണേന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇത്തവണ എന്താണെന്നറിയില്ല, 2-3 ആൾക്കാർക്ക് നിക്കണം എന്നുള്ളൊരു ആഗ്രഹം. പെരുന്നാള് ആഘോഷമാക്കാൻ മുൻനിരയിൽ നിൽക്കാനുള്ള ആഗ്രഹമാണ്. അതായത് അവർക്ക് അത് അവരുടെ മനസ്സിലെ പുണ്യാളുള്ള സ്നേഹം, തീർച്ചയായിട്ടും അവർക്ക് നിൽക്കണം, നമുക്ക് നിൽക്കണം, എല്ലാവർക്കും നിൽക്കണം എന്നുള്ള ഒരു ആവേശം നിൽക്കുമ്പോ സ്വന്തം അങ്ങനെ ഒരു ചെറിയൊരു കാര്യം ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരം. അതൊരു മത്സരമല്ല. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് തന്നെ എപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പൊ ഈ പരിപാടി നന്നാക്കാൻ വേണ്ടിയിട്ടും അത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പിരിവും കാര്യങ്ങളൊക്കെ ആയാലും ഇവരുടെ സഹായത്തോടു കൂടി. അതിലൊരു വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഈ വടക്ക് ഭാഗത്തിനെ കുറച്ച് ഏരിയ കുറവാണ്, തെക്കിന്റെ മേലെ കുറച്ച് യൂണിറ്റുകളൊക്കെ കുറവുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വടക്ക് ഭാഗം. അപ്പൊ നമുക്ക് ഒരു അനുവദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ കടകളിലെ ഒരു പിരിവുണ്ട്, സെൻട്രൽ പിരിവ് എന്ന് പറഞ്ഞൊരു പിരിവുണ്ട്. അതിന് വളരെയധികം സഹകരിക്കുന്ന ആളുകൾ പാവർട്ടി സെന്ററിലുള്ള വെടിക്കെട്ടിന് വേണ്ടിട്ട്, പള്ളിയുടെ വെടിക്കെട്ടും അതില് തെക്കിലുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അവര് ഇങ്ങോട്ട് വരില്ല പിരിക്കാൻ, നിൽക്കാര് ഈ സൗഹാർദ്ദ മത്സരം അല്ല. നിങ്ങളിപ്പോ വെടിക്കെട്ടായാലും എന്തായാലും നിങ്ങള് മത്സരിച്ചിട്ട് ജനങ്ങൾക്ക് കാണാം മത്സരം, പക്ഷെ നിങ്ങളുടെ ഉള്ളില് അടുപ്പത്തിൽ തന്നെ സ്നേഹത്തിൽ പോവാറ്. സാംസേട്ടനെ സംബന്ധിച്ചിടത്തോളം സാംസേട്ടൻ മുന്നേ കൈക്കാരനായിരുന്നു, ഇപ്പോ വടക്ക് തിരുനാൾ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റാണ്. സ്വാഭാവികമായിട്ടും പുറത്തിറങ്ങുമ്പോ പെരുന്നാള് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ആളുകള് ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് പരിപാടികളെന്ന്. അപ്പൊ വഴി കൂടെ പോകുമ്പോ ചോദിക്കാറുണ്ട്, സാംസ എന്താണ് പ്രാവശ്യത്തെ പരിപാടികള് ചോദിക്കും. അത് സാധാരണ ഇപ്പോ എല്ലാവരും ഇപ്പൊ പറയും ഇപ്രാവശ്യം പൊരിക്കണ്ടേ കലക്കണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പം പറയും എന്താ നമ്മള് പൊരിക്കണ്ടേ. അപ്പൊ കാരണം എന്താ വെച്ചാല് പലതവണ ഇതേപോലെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് 2-3 കൊല്ലം വെടിക്കെട്ട് മുടങ്ങേണ്ട സാഹചര്യം ആ സമയത്ത്. അപ്പൊ അവർക്ക് ഒരു ആശങ്ക വന്നില്ല. അപ്പൊ അവര് ചോദിക്കും, ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചോദിക്കുന്നതാണ്, വെടിക്കെട്ട് പ്രാവശ്യം ഉണ്ടാവില്ലേ. അതും പിന്നെന്താ, നമുക്ക് വെടിക്കെട്ട് പൊട്ടിക്കാനുള്ള പാവർട്ടിക്കാർ. അതെ അതെ. അല്ല ഇനിയിപ്പോ പാവർട്ടിക്കാര് ചോദിച്ചില്ലെങ്കിൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള പരിസര പ്രദേശങ്ങളിലെ ആളുകൾ ചോദിക്കും. അത് ആദ്യം ചോദിക്കാതാണ് വെടിക്കെട്ടിട്ടോന്നാണ് ചോദിക്കുക. അതെ അതെ അതെ. പക്ഷെ ഒരു കൊല്ലം മുമ്പ് പെരുന്നാൾ ഒരു പ്രാവശ്യം വന്ന ആള് പിന്നെ വരാതിരിക്കില്ല. എന്നാ നിങ്ങോട്ട് വിളിച്ചു ചോദിക്കും, എന്നാ പെരുന്നാള്. നമുക്ക് ഓർത്തിരിക്കാൻ, അതായത് പാവർട്ടിക്കാർക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു ഡേറ്റ്, അതായത് ഈസ്റ്റർ കഴിഞ്ഞ് 3ാമത്തെ ഞായറാഴ്ച സെറ്റ്. ഇല്ല അത് കറക്റ്റ് ഇത് ആലോചിച്ചിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വരിക. അതെ അതെ. ആ ടൈമൊക്കെ അറിയാം. നാട്ടിലായാലും അവധിക്കാലാണ്, അപ്പൊ കുട്ടികൾക്കും അതൊരു ആഘോഷക്കാലമായിട്ട് മാറും. പഴയ കാലത്തൊക്കെ ഇവിടെ ഇടവകയില് നമ്മുടെ ചെറിയ കാലഘട്ടങ്ങളിലൊക്കെ അച്ഛന്റെ മക്കളും അമ്മായിരെ മക്കളൊക്കെ ഈ സ്കൂൾ വെക്കേഷൻ ടൈമില് അപ്പൊ നമ്മളൊക്കെ അവരായിട്ട് വലിയ പള്ളിപ്പറമ്പിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ വെടിക്കെട്ട് നടക്കുന്നത്. നമുക്ക് ഇവിടെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമാണ്. വടക്ക് ഇവിടെ പൊട്ടും. അപ്പൊ അന്ന് അത്രയും ആവേശമുണ്ട്. അപ്പൊ ഇവരൊക്കെ വരും. അപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വെടിക്കെട്ടുന്ന സമയത്ത് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വെടിക്കെട്ട് അതില് ഏറ്റവും വലിയ കാര്യം നമ്മളിപ്പോ ഈ വെടിക്കെട്ടിന്റെ ഒരു സമയമാണല്ലോ 3 മണി വരെ എന്നാണ് കാലഘട്ടങ്ങളില്. അതിന്റെ വർണ്ണശബളമായ മുട്ടുകളൊക്കെ ഇങ്ങനെ പൊട്ടും. ആ പൊട്ടണ സമയത്തൊക്കെ നമ്മൾ ഇരുന്ന് കാണുന്നത് ഗോവേന്ദര സ്കൂളിലാണ്. അപ്പൊ ആ ഗോവേന്ദര സ്കൂളുകളിൽ കണ്ടമാനം ആളുകൾ വന്നടി. അവര് അന്ന് തലേദിവസമൊക്കെ വന്നിട്ട് പിറ്റേ ദിവസം അവിടുന്ന് പോവാ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ അമ്പിന്റെ കുരുകൾ പറക്കാൻ വേണ്ടിട്ട് അവിടെ എത്തും. ഗോവേന്ദ്ര പറക്കാൻ അവിടെ ചെല്ലുമ്പോ കാണാം ഒരു കുരു മാറ്റുമ്പോ ഉറുപ്പ്യ ചില്ലറ. കുറെ നാണയങ്ങൾ എടുത്ത് പോയാൽ പൈസ പറക്കലും അത്രയും ജനങ്ങൾ അവിടെ കിടന്നിട്ടേ എന്തോരം ചില്ലറ പൈസകളെ ഗ്രൗണ്ടിൽ കിടക്കുന്നുണ്ടാവും. പാവർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം പാവർട്ടിക്കാരനെ നൊസ്റ്റാൾജിയ പറഞ്ഞു കഴിഞ്ഞാല് 100%-ൽ 90% അത് കറക്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, ഗോവന്തിയാനും ഇടവപ്പള്ളിയിലും വലിയൊരു കാഴ്ചല്ലേ. അതായത് അവരെ സഹകരിച്ചില്ലെങ്കിൽ നമുക്ക് ട്രാഫിക് കൊണ്ടൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം അവര് പാർക്കിംഗ് നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. മറ്റുള്ള ചില വെള്ളങ്ങൾ കുറെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട്. ഇല്ല, പുണ്യാളുടെ കേസിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും ആ പെരുന്നാൾ ഭംഗിയാക്കാൻ വേണ്ടിട്ട് അവരാൾ കഴിയുന്നത് ചെയ്യാന്നുള്ളതാണ്. അതിലൊരു കാര്യം പറയാനെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തെക്കും വടക്കും നമ്മളുടെ വെടിക്കെട്ടുകള് നമ്മള് പൊട്ടുന്ന സമയത്ത് ആദ്യം വടക്കിന്റെ വെടിക്കെട്ടാണ് അറേഞ്ച് ചെയ്യും. അപ്പൊ അറേഞ്ച് ചെയ്യണത് നമ്മള്
ബാക്കിൽ നിന്ന് തുടങ്ങി പള്ളി ഗ്രൗണ്ടിൽ വന്ന് ഫ്രണ്ടിലോട്ട് വന്ന് അതായത് ആ സ്കൂളിന്റെ അവിടെ വെച്ചിട്ടാണ് വടക്കിന്റെ കൂട്ടപ്പൊരിച്ചിൽ വരിക. സാധനങ്ങൾ വരുന്നത്. അപ്പോ അതുവരെയുള്ള പടക്കം പൊട്ടിയതിന് ശേഷമാണ് അപ്പോ ഈ തെക്കിന്റെ ഈ ഭാഗം അതായത് ധന്യര ബിൽഡിങ്ങിന്റെ ഭാഗത്ത് കുറച്ച് അവിടെയാണ് ഈ തെക്കിന്റെ കൂട്ടപ്പൊരിച്ചില്. പക്ഷെ ജോലികളൊക്കെ മുമ്പേ ഈ കുഴികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. പിന്നെ വടക്കിന്റെ വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ടൈമാണ് ഇതിലേക്കുള്ള അറേഞ്ച്മെന്റ്സ് ഇതിലേക്ക് ഈ ഫിറ്റ് ചെയ്യുന്നത്. ആ ഗ്യാപ്പ് ഫില്ലറാണ് അത്. ആ ഗ്യാപ്പ്. അപ്പൊ അന്ന് ഈ ധന്യ ബിൽഡിങ്ങിന്റെ അവിടെയൊക്കെ ഈ വരണ്ടതിന്റെ കാരണം ഇത് തെക്ക് ഭാഗമായിട്ടാണ്. പള്ളിയുടെ ഒരു ഭാഗം വടക്ക് വഴി വരുന്നില്ല. ആ വഴിയുടെ ഒരെണ്ണം വടക്കും ഒരു തെക്കും. അതിലേറ്റവും പ്രാധാന്യം കൂടി തന്നെ ഈ കാട്ടാളൻ ജോസ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ പേരുള്ള ആളുകളുടെ ഒരാള് ഈ ഭാഗത്ത് അമ്പ് പൊട്ടിക്കുമ്പോ തെക്ക് ഭാഗം പൊട്ടിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം പാർട്ടേഷനാണ്. അതിന്റെ അപ്പുറത്തിപ്പുറത്താണ് പൊട്ടുക. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അപ്പൊ അന്നൊക്കെ ശരിക്കും വലിയ കുഴികൾ എടുത്തിട്ട് അതിലിറക്കി വെക്കുന്ന ഗംഭീരമായിട്ടുള്ള ഇതാണ് വരിക. അത് ഈ പറഞ്ഞ മാതിരി കണ്ടമാനം ഈ പൊട്ടി സാധനങ്ങളൊക്കെ പിറ്റേ ദിവസം നമ്മൾ പറഞ്ഞ പറക്കണത്. ഇപ്പൊ 3 ഇഞ്ച് 4 ഇഞ്ച് എന്ന വ്യാസത്തിൽ ഈ സാധനം വരുന്നത്. അന്ന് അത്യാവശ്യം ദൂരത്തിൽ പക്ഷെ പോയിട്ടാണ് പൊട്ടുന്നത്. ഈ ഒരു നീളം കൂടുമ്പോ ഇതിന്റെ മരുന്ന് സാധാരണ ഇങ്ങനെ നീളത്തില് അവര് ചെയ്തിട്ടാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ പക്ഷെ അതിലുള്ളത് മുഴുവൻ പൊട്ടുന്നുള്ളതാണ്. കുരു പറക്കാണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അല്ല പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. കുരു പറക്കാണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ വെടിക്കെട്ടിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലും വടക്ക് വിഭാഗം സജീവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ട്. അത് ഇപ്പൊ നമ്മള് കാലങ്ങളായിട്ടുള്ള ഒരു കാര്യം. അതില് ഇപ്പൊ ഈ നമ്മുടെ അതിർത്തിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2 വീടുകള് പണിതീർത്ത്. പിന്നെ ഈ കൊറോണ അങ്ങനെ സാഹചര്യം വന്ന സമയത്തൊക്കെ നമ്മള് ഇവിടുന്ന് ഭക്ഷണ സാധനങ്ങള്, പിന്നെ ഈ പ്രളയം ഉണ്ടായില്ലേ ആ ടൈമിലൊക്കെ കളക്ടർക്ക് നമ്മളന്ന് ഒരുപാട് കാര്യങ്ങള് ആലപ്പുഴയ്ക്ക് മറ്റുള്ള സ്ഥലങ്ങൾക്കൊക്കെ കൊടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത് വളരെ ഇതായി എല്ലാവർക്കും. അതുപോലെ തന്നെ ഇപ്പം ലാസ്റ്റ് ഇപ്പൊ ഒരു കുട്ടിക്ക് 1.5 ലക്ഷം രൂപയാണ് ഇപ്പൊ കഴിഞ്ഞ മാസം നമ്മള് നൽകിയത്. പെരുന്നാളിന്റെ ആഘോഷം മോടികൂട്ടിൽ മാത്രമല്ല, പിന്നെ ഡയാലിസിന്റെ ഇതിന്റെ പാവത്തിന് നമ്മള് കൊടുക്കാറുണ്ട്. പിന്നെ ഈ പ്രോഗ്രാം നടത്തുന്നതിന്റെ ഉള്ളില് നമ്മൾ അതിനുള്ള സഹായങ്ങളൊക്കെ അതിർ സഹായങ്ങളൊക്കെ നൽകാറുണ്ട്. അപ്പൊ ആഘോഷങ്ങളുടെ ആഘോഷങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇത്തരം മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളിലും അല്ല. അതുകൊണ്ടാണ് നമുക്ക് ജനങ്ങള് ഈ പിരിവ് തരണതും നമുക്കിത് ആഘോഷമാക്കാൻ പറ്റണം. അതായത് അല്ലെങ്കിൽ നമുക്ക് യാതൊരു സഹായം കൊടുക്കാൻ പറ്റില്ല. ആഘോഷങ്ങള് കൂടുതൽ മുന്നോട്ട് അവര് ഈ ഇത്തരത്തില് നന്ദി പറയേണ്ടതാണ് അവരോടും. അല്ലെങ്കിൽ ഇതിന്റെ ആഘോഷങ്ങൾക്ക് മൂടി പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും മാതൃക പിന്തുടരുന്നവരാണെന്നുള്ളതാണ് വരുന്നത്. അതായത് ആഘോഷം മാത്രമല്ല, അതോടൊപ്പം തന്നെ മനുഷ്യനെ കൂട്ടിച്ചേർത്ത് പിടിക്കുന്ന അനുഭൂതിയോടുകൂടി കാണുന്ന ഒരു കാര്യം കൂടി കമ്മിറ്റി ഒരു ഒത്തൊരുമയുടെ ആഘോഷമായിട്ട് മാറ്റാണ് പെരുന്നാൾ എന്ന് പറഞ്ഞ. അപ്പൊ അതില് മതങ്ങളില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോ യാതൊരു സഹായം ചെയ്യുന്നതും അങ്ങനത്തെ ആളുകൾക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേക ഇതൊന്നുമില്ല അതില്. അത് ജാതി ഭേദമന്യേ എല്ലാവർക്കും ചെയ്യാന്നുള്ളതാണ്. അത്തരത്തില് ഇനിയും നല്ല ആഘോഷങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഈ 150ാമത്തെ ശരോത്സവ ജൂബിലി അല്ലേ, അത് ഭംഗിയാവട്ടെ. തീർച്ചയായിട്ടും. എന്തായാലും സാംസേട്ടനായിട്ട് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങള് പറഞ്ഞു പോയി. അപ്പൊ എന്തായാലും വളരെ ആവേശം നിറഞ്ഞ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. ശതോത്തര ജൂബിലി ഒരു 1.5 ജൂബിലി ആഘോഷമാവും. ഒരുപാട് പരിപാടികളുണ്ട്. മൊത്തത്തില് നമ്മുടെ മാത്രല്ല പല കമ്മിറ്റികളായിട്ട്. അത് മാത്രല്ല ഞാൻ ഇപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റില് പഴയ തലമുറയ്ക്ക് അറിയാത്ത കുറെ പുതിയ അറിവുകള്, കുറെ കഥകള്, ഇതൊക്കെ ഈ സംഭവത്തിൽ കയറി വന്നു. അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷന് വളരെ കൗതുകം നിറഞ്ഞ കാര്യങ്ങളാണ്. എന്തായാലും വളരെ രസകരമായ ഒരു സെഷൻ ആയിരുന്നു നമ്മുടെ പോഡ്കാസ്റ്റ്. എന്തായാലും പെരുന്നാളിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. ഏറ്റവും വിജയകരമായിട്ട് ഭംഗിയായി വൈബുള്ള പെരുന്നാളാക്കാൻ കമ്മിറ്റി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.